യെസ്, വെൽക്കം ടു TRP ഇഗ്നൈറ്റഡ്. ലോങ് വീക്ക്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യങ്ങൾ പിന്നെയും പറഞ്ഞൊരവസ്ഥയാണ്. ബാർക്കോള വരുവോ, ഗ്യാക്പോ പോവുമോ, കർട്ടിസ് നിൽക്കുവോ? പുതുതായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ചാൽ സത്യം പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും വരേണ്ടതായതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ബാർക്കോള ഡീല് കുറച്ചും കൂടി ക്ലോസർ ആയെന്ന് തോന്നുന്നു ഇന്നത്തെ റൂമേഴ്സ് ഒക്കെ കണ്ടിട്ട്. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോ 170 മില്യൺ യൂറോ ഇത് 150 എത്തിയിട്ടുണ്ട്. അതിൽ 140 എത്തിക്കഴിഞ്ഞാൽ ആ ഡീല് സെറ്റാവും. PSG എന്താണെങ്കിലും അക്ലിയോച്ചനെയും ഗോഡ്സിനെയും സൈൻ ചെയ്യാനുള്ള അക്ലിയോച്ച് കൺഫേം ആയി. ഗോഡ്സ് ലാസ്റ്റ് എന്തോ ഉള്ളൂ. അപ്പോഴേക്കും ബാർക്കോളയാവും. എംബായിയുടെ കാര്യം ഫസ്റ്റ് നൈറ്റ് വന്ന റൂമേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായിട്ട് ഒരു ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ബയർ ലെവർക്യൂസൻ വെർ ക്ലോസ് ബട്ട് എംബായി പ്രിഫേഴ്സ് ലിവർപൂൾ എന്നൊരു റൂമറിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഗ്യാക്കോടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ഒരു പുതിയ ഡെവലപ്മെന്റ് ഉണ്ട്. സ്പെൻസിനെ ലിവർപൂൾ നോക്കുന്നുണ്ട് എന്നൊരു അഭ്യൂഹം. അതുകൊണ്ട് ഗ്യാക്പോ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് സ്പെൻസ് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നു. പിന്നെ ഡിഫെൻസീവ് ബാക്കപ്പ് നമ്മൾ നോക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. എന്നാണെങ്കിലും വളരെ വളരെ വൈകിയേ വസന്തം വരുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് തോന്നുന്നത്. നമ്മുടെ കാര്യം മാത്രമല്ല, എല്ലാവരുടെ കാര്യം അങ്ങനെ ആയതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. അല്ലേ ഗണേശ? അല്ല, പൊതുവെ നമ്മള് എല്ലാം വൈകി നടത്താതെ പോയിട്ടുണ്ട്. അതായത് ഈ വിൻഡോയില് സമയമില്ല, നോട്ട് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറയും അവസാനം. നമ്മള് ഒരു സീസൺ കഴിഞ്ഞിട്ടാ വാങ്ങാറ്. ഇത് ആക്ച്വലി സീസൺ തീരുന്നതിന് മുന്നേ വാങ്ങുന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഇപ്പോ. അതെ, മുമ്പ് നമ്മൾ സൈൻ ചെയ്യുമ്പോ ഈ സീസണിലെ റിക്വയർമെന്റ് ഒരു സീസൺ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 സീസൺ കഴിഞ്ഞിട്ടാണ് അഡ്രസ് ചെയ്യുക. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോ മേ ബി ഒരു സീസണിന് മുന്നെയോ അല്ലെങ്കിൽ 6 മാസത്തിന് മുന്നെയോ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ 35-40 മില്യൺ ഡീലൊന്നും നമുക്കിപ്പോ ചെയ്യേണ്ട. എല്ലാം 100+ ആണ്. ഫുൾ ലക്ഷറിയാണ്. 8 മില്യൺ ഒരു പ്ലെയറിന് അവൈലബിൾ ഉണ്ട്. റൈറ്റ് ബാക്ക് ഉണ്ട്. വേണ്ട, നമ്മൾക്ക് മിനിമം 50-60 മേലെ വെറും ലക്ഷറി സൈനിങ് മാത്രം. മുമ്പൊക്കെ നമ്മള് പൈസ ചെലവാക്കാൻ തന്നെ മടിച്ചു നിൽക്കുന്ന സമയമാണ്. ഇതിപ്പോ 150 ആണോ 120 ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. ബാർക്കോള ആവട്ടെ, ഇപ്പൊ ഒരേ ടീമിൽ തന്നെ 2 പ്ലേയേഴ്സിനെ മേടിക്കാൻ നിൽക്കുക. അപ്പോ അറ്റാക്കിംഗ് സൈഡ് നമ്മൾ വളരെ വീക്കാണ്. ബാർക്കോള ആൻഡ് എംബായെ സൈൻ ചെയ്തില്ലെങ്കിൽ ബാക്കപ്പ് ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ ഉള്ള സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ റിയോ എങ്കുമോഹനെ അവിടെ കളിപ്പിക്കേണ്ടി വരും. റൈറ്റ് വിങ്ങില് ബാക്കപ്പ് കിയേസ കളിക്കും, ഇല്ലെങ്കിൽ മുനിയോസ് കളിക്കും. ലെഫ്റ്റ് വിങ്ങില് ഗാക്പോ കളിക്കും. അപ്പോ വളരെ എന്താ പറയാ തിൻ സ്ക്വാഡാണ്. പിന്നെ ഈ ഇരയോളയുടെ ടാക്ടിക്സ് കളിക്കാനായിട്ട് ഈ ട്രെയിനിങ്ങിൽ തന്നെ ഇഞ്ചറി ആവാൻ സാധ്യത. അത്രയ്ക്കും ഇന്റൻസിറ്റിയോടെയാണ് ട്രെയിനിങ് തന്നെ ചെയ്യുന്നത്. അപ്പോ ട്രെയിനിങ്ങിലൊക്കെ ഇഞ്ചറി ആയി കഴിഞ്ഞാൽ പിന്നീട് ബാക്കപ്പ് നോക്കിയാൽ പിന്നീട് ബുദ്ധിമുട്ടാവും. അപ്പോ ബെറ്റർ ഈ ഒരു ആഴ്ചയിൽ ലൈക്ക് ഇപ്പൊ ഇന്ന് 7-ാം തീയതിയാണ്, ഒരു 10-നകം ഈ പറയുന്ന ഡീൽസ് ഒക്കെ, അതായത് എംബായ ആവട്ടെ ബാർക്കോള ആവട്ടെ, ആ ഒരു ഡീല് നേരത്തെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ we will have time to address defense and midfield. ഡിഫൻസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. അതെ, പക്ഷെ ഗണേശൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അതായത് ബാർക്കോളയെ സൈൻ ചെയ്താലും എംബായെ സൈൻ ചെയ്ത് കഴിഞ്ഞാലും 10-ാം തീയതിക്ക് മുന്നേ വരില്ല. അവരുടെ വെക്കേഷൻ കഴിഞ്ഞിട്ടില്ല. 10-ാം തീയതി കഴിഞ്ഞിട്ടേ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫിഫയുടെ നിയമമുണ്ട്. അപ്പോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിത്തെ കളിച്ചോണ്ടിരിക്കുന്നത്. ചിലപ്പം ബാർക്കോള ആയിട്ടുള്ള ഡീല് ആയിട്ടുണ്ടാവും. ഇറ്റ് ഹാസ് ലൈക്ക് നത്തിങ് ടു ഡു വിത്ത് ദ പ്ലേയേഴ്സ് നൗ. ലൈക്ക് നമ്മളിപ്പോ ക്ലബ് ടു ക്ലബ് ടോക്സ് ആണ് മെയിൻ. പ്ലേയേഴ്സ് അവരുടെ പാട്ടിലുണ്ടാവും. പ്ലേയേഴ്സിന്റെ പേഴ്സണൽ ടേംസ് ഒക്കെ എപ്പോഴും അഗ്രി ചെയ്തതാണ്. അവര് റിപ്പോർട്ട് ചെയ്യട്ടെ, അത് കുഴപ്പമില്ല. നമ്മള് ഡീൽ ഓക്കെ ചെയ്തിട്ട് അനൗൺസ് ചെയ്യുന്നതല്ലേ. അല്ല, ഞാൻ പറയുന്നത് നെഗോസിയേഷൻ ഇങ്ങനെ കുറെ നീണ്ടു പോകുന്നത് സമയമുള്ളത് കൊണ്ടായിരിക്കും ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ ഡീല് സ്ട്രൈക്ക് ചെയ്താലും 10-ാം തീയതി കഴിഞ്ഞല്ലേ വരുള്ളൂ.
അല്ല പ്ലേയേഴ്സ് വരുന്നതായിക്കോട്ടെ, വരുന്നത് എപ്പോഴാട്ടെ, ഡീല് കഴിഞ്ഞാൽ വി ക്യാൻ ലൈക്ക് ഷിഫ്റ്റ് ടു സെന്റർ ബാക്ക് റൈറ്റ് ബാക്ക് മേടിക്കാനുണ്ട്. ഇനിയൊരു മിഡ്ഫീൽഡർ, എക്സ്ട്രാ മിഡ്ഫീൽഡറിനെ അവൈലബിൾ ആണെങ്കിൽ അതും മേടിക്കാൻ നോക്കണം. അപ്പോ ഈ ഇതിൽ തന്നെ പുറകെ നോക്കിയിട്ട് ബാക്കിയുള്ള ക്ലബ്സ് നമുക്ക് വേണമെങ്കിൽ ഒരു ഇതിന് വേണമെങ്കിൽ പറയാം, ലൈക്ക് പാരലലി അവർ അത് ചെയ്തു വെച്ച് കാണുന്നൊക്കെ നമുക്കൊരു ഊഹം പറയാന്നല്ലാതെ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ക്ലബ്ബ് എങ്ങനെയൊക്കെ ഇത് എപ്പോഴൊക്കെ ഡിഫെൻസീവ് സൈഡ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ പാളിച്ചേ വന്നിട്ടുള്ളൂ. ലാസ്റ്റ് സമയമില്ലാതെ നമ്മൾ മേടിക്കാതെ പോവും, ഇല്ലെങ്കിൽ നമ്മൾ മേടിക്കാൻ വെച്ച പ്ലെയറിനെ വേറെ ആരെങ്കിലും മേടിച്ചുകൊണ്ട് പോവും. പിന്നീട് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലെയർ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് പഴയ ഒരു ആ അജണ്ട എടുത്ത് ഫ്രണ്ടിലിടും. അപ്പോ പ്ലെയർ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അത് ഫൈനലൈസ് ചെയ്യാൻ നോക്കാതെ വേറെ ഡീലില് വൈകി ഡിയമാൻഡെ ആണ് ഇപ്പൊ കറണ്ട് ആയിട്ട് ട്രെൻഡിങ്ങിൽ വരുന്നത്. അതുപോലെ എസ്രി കോൺസ ലിങ്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ജെറ്റ് സ്പെൻസ് ലിങ്ക് ഉണ്ട് പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തില് അർണോ മാർട്ടീനസ് എന്ന് പറഞ്ഞിട്ട് ഒരു ജിറോണയിലെ ഒരു പ്ലെയർ ഉണ്ട്, ഹു ക്യാൻ പ്ലേ റൈറ്റ് ബാക്ക് ആൻഡ് സെന്റർ ബാക്ക് ആൻഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡ്. അവരുടെ ക്യാപ്റ്റൻ ആണ്. അപ്പോ ഈ അർണോ മാർട്ടീനസിന്റെ പുറകെ അർസനൽ ഉണ്ട്. അർസനൽ നീഡ് റൈറ്റ് ബാക്ക്. കാരണം ജിറോണ അർസനൽ ഫ്രണ്ട്ലി പ്രീ സീസൺ ഫ്രണ്ട്ലി ഉണ്ടായിരുന്നു, ഹി സ്കോർഡ് അടിപൊളി ഹെഡർ ഗോൾ ഉണ്ടായിരുന്നു. ആൻഡ് ലെഫ്റ്റ് വിങ്ങിൽ വരെ ആ ഗെയിമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയ്ക്കും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ 8 മില്യൺ റിലീസ് ക്ലാസ് വെച്ച ഒരു പ്ലെയർ ആണ്. സിമ്പിൾ ആയിട്ട് ആര് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. 23 വയസ്സേ ഉള്ളൂ. ജിറോണയുടെ ക്യാപ്റ്റൻ ആണ്, ക്യാൻ കവർ മൾട്ടിപ്പിൾ പൊസിഷൻസ്. അപ്പൊ അതിന്റെ പുറകെ ഉണ്ട്. കാരണം അവര് ഫ്രണ്ട്ലി കളിച്ചിട്ട് ആളുടെ പൊട്ടൻഷ്യൽ കണ്ടു. അപ്പൊ അർസനലിന് പൊതുവെ റൈറ്റ് ബാക്ക് ആകുമ്പോ ബെൻ വൈറ്റും മറ്റേ പേരെന്താ, ടിംബർ ആണ്. പിന്നെ ഇവര് രണ്ടുപേരും ഏകദേശം ഇപ്പൊ ഇഞ്ചുറി പ്രോൺ ആകുമ്പോൾ മസ്കേറയാണ് കളിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഈ 8 മില്യൺ ചെലവഴിച്ചിട്ട് അർണോ മാർട്ടിനസ് മേടിക്കുന്ന അവർക്ക് വലിയൊരു ബൂസ്റ്റ് ആണ്. സോ ഇങ്ങനെ ആൾക്കാർ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡീലിൽ ഇങ്ങനെ വൈകിപ്പിച്ച് ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും മേടിക്കാതെ പോകും. ഇപ്പോ ആക്ച്വലി പറയുന്നത് നോട്ടിംഗം ഫോറസ്റ്റിന്റെ മൂവ് ഹൈജാക്ക് ചെയ്തിട്ടാണ് ലിവർപൂൾ ഓസ്മാനെ ഡിയമാൻഡെ മേടിക്കുന്നത്. ഡിയമാൻഡെ ഒരു കൊല്ലം മുന്നേ തന്നെ നമുക്ക് ലിങ്ക്ഡ് ആണ്. അപ്പോ ഇങ്ങനെ വൈകിക്കാതെ നേരത്തെ തന്നെ ഈ ബാർക്കോളയുടെ ഡീല് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സൈനിങ്സ് ചെയ്യാൻ. വൈകിക്കുന്നത് എനിക്ക് തോന്നുന്നു നെഗോസിയേഷൻ തന്നെയാണ്. കാരണം ഫൈനൽ ഫീ 170 മില്യൺ യൂറോയിൽ നിന്ന് 150 എത്തിയിട്ടുണ്ട്. അതൊരു എങ്ങനെ പറഞ്ഞാലും നമുക്ക് ഒരു 130 മില്യൺ പൗണ്ട്സ് വിത്ത് ആഡോൺസ് അല്ലേ പറ്റുള്ളൂ. അതിനും കാലം കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഒരു നെഗോസിയേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. സുദീപ്, എന്റെ ചോദ്യം ബാർക്കോള അടക്കട്ടെ, എംബായെ അടക്കട്ടെ, സ്ക്വാഡ് വെച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് ബജറ്റിക്കും നമ്മുടെ എൻഡോ, കിയേസ, എലിയറ്റ് ഇവരൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല. എൻഡോനെയും എലിയറ്റിനെയും കിയേസിനെയും സ്ലോട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. പിന്നെ വന്നിരിക്കുന്നത് ബജറ്റിച്ചും നമ്മുടെ ഇവനുമാണ്. ആരാ നമ്മുടെ, ഞാനിപ്പോ പേര് ഇപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ പേര് ബജറ്റിക്കും എൻഡോ അല്ല, എലിയറ്റും ആണ്. അപ്പോ ബേസിക്കലി ഒരു 4 പ്ലേയേഴ്സ് സ്ക്വാഡില് അഡീഷണൽ വന്നിട്ടുണ്ട്. ഇപ്പം ഇറയോളയുടെ റൊട്ടേഷൻ പോളിസി നമുക്കറിയാം. ബോൺമത്തിൽ വലിയ സ്ക്വാഡ് വെച്ചിട്ട് പലരെയും ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് പുള്ളി. അപ്പോ ഈ 4 പ്ലേയേഴ്സ് അഡീഷണൽ ഉണ്ട്. അതോടൊപ്പം റോബർട്ട്സൺ പോയതുകൊണ്ട് സിമിക്കാസ് വന്നു, ലെറ്റ്സ് സേ സല പോയത് കൊണ്ട് മ്യൂനിയോസ് വന്നു. നോട്ട് ലൈക്ക് ഫോർ ലൈക്ക്, ഞാൻ പറയുന്നത് ഒരു എക്സ്ട്രാ പ്ലെയർ എന്ന രീതിയിൽ. സോ സ്ക്വാഡ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കളിപ്പിക്കുമല്ലോ, ഇവരെ ഫിറ്റ്നസ്സോ എനിക്കറിയില്ല. കാരണം ഇപ്പൊ ലിയോണി ഓൾസോ ഇസ് ബാക്ക്, അഡീഷണൽ പ്ലെയർ ആണ്. കൊണാട്ടയ്ക്ക് പകരം ജെറമി വന്നു. ഷോർട്ട് ഉള്ളത് റൈറ്റ് ബാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എക്കിറ്റിക്ക് പോയത് കൊണ്ടുള്ള ഒരു ഹോൾ അവിടെ ഉണ്ട്. എന്താണ് ഓവറോൾ സ്ക്വാഡ് മേക്കപ്പിനെ കുറിച്ച് സുദീപിന് തോന്നുന്നത്? ഓവറോൾ ഈ അറ്റ് പ്രസന്റ് പ്ലേയേഴ്സ് ഉണ്ടോന്ന് വെച്ചാൽ പ്ലേയേഴ്സ് ഉണ്ട്. പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടു ഫ്രണ്ട്ലിയിലൊക്കെ. അപ്പോ
ഇഴയോളയുടെ ഒരു രീതി നമ്മളിപ്പോ സ്ലോട്ട് വന്നപ്പോ ഫസ്റ്റ് സീസണിൽ കണ്ടു, അധികം ട്രാൻസ്ഫേഴ്സ് ഉണ്ടായിട്ടില്ല. ട്രാൻസ്ഫേഴ്സ് ഇല്ലാണ്ടാണ് നമ്മള് സ്ക്വാഡ് അനലൈസ് ചെയ്യുന്ന ഒരു സമയം കൊടുത്തിട്ട് അങ്ങനെയാണ് സ്ലോട്ട് തന്നെയാണ് സ്ക്വാഡ് മുഴുവനും നോക്കിയിട്ടൊക്കെ ചെയ്തത്. അപ്പൊ ഏകദേശം ഒരു സിമിലർ സിറ്റുവേഷൻ ആണ് ശരിക്കും. നമ്മളിങ്ങനെ ഒരുപാട് ട്രാൻസ്ഫർ വേണം 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 എന്നൊക്കെ നമ്മൾ ഫാൻസും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സീസണിൽ ഇഴയോള ശരിക്ക് മറ്റേ സ്ക്വാഡ് പ്ലേയേഴ്സ് ആയിട്ടും ഒക്കെ കിടക്കുന്ന പ്ലേയേഴ്സ്, ആദ്യം ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ്, ഇഞ്ചറിയിൽ നിന്ന് തിരിച്ചു വരുന്ന പ്ലേയേഴ്സ്, ഇവർക്കൊക്കെ പരമാവധി അവരുടെ ഉള്ളിൽ എന്താ ഉള്ളത്, അവർക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രീ സീസൺ ആയാലും ഈ സീസണിന്റെ ജനുവരി വരെയുള്ള സമയമൊക്കെ ഉപയോഗിച്ചു എന്ന് വരാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പല പ്ലേയേഴ്സും ചിലപ്പോ ലോണിലൊക്കെ പോകുന്നത് നമ്മൾ കാണുക. ഇപ്പൊ നമ്മള് ലൂയിസ് കോമസിന്റെ കാര്യം പറഞ്ഞു. ചിലപ്പോൾ ലൂയിസ് കോമസ് ഇപ്പൊ ലോണിൽ പോയി എന്ന് വരില്ല, ജനുവരി വരെ ചിലപ്പോൾ സമയം കൊടുക്കും എക്വിറ്റിക്ക് തിരിച്ചു വരുന്നവരെ. അങ്ങനെ പല പ്ലേയേഴ്സ്, ഇപ്പൊ എലിയട്ട് കഴിഞ്ഞ സീസൺ ഒട്ടും കളിച്ചിട്ടില്ല, പക്ഷെ ഈ സീസണിൽ ഇപ്പൊ പ്രീ സീസണിൽ വേർഡ്സിന്റെ ബാക്കപ്പ് ആയിട്ടുള്ള ആ പൊസിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബെൻസെറ്റ് ഇപ്പൊ തിരിച്ചു വരുന്നു, കണ്ടിന്യൂസ് ഇഞ്ചുറി ആയിരുന്നു, പല പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചു വരുമ്പോ ആളെയും അനലൈസ് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ എടുത്ത്, അപ്പൊ അങ്ങനെ സ്ക്വാഡിന് അങ്ങനെ ഒരു സാധനം കൂടി വെക്കും. അല്ലാണ്ട് ഒരു ഇന്റേണൽ സൊല്യൂഷൻസ്, അതാണ് ഇന്റേണൽ സൊല്യൂഷൻസ് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അത് കാണും. എക്സ്റ്റേണൽ സൊല്യൂഷൻസ് വേണ്ട പൊസിഷൻ, അതാണ് ഈ ബാർക്കോളയുടെ ലിങ്ക്. അവിടെയാണ് നമ്മൾ വിങ്ങർ പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റൂമേഴ്സ് വന്നിട്ടുള്ളത്. ഏറ്റവും അതിൽ തന്നെ ബാർക്കോളെ സൈൻ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പോൾ ആ ഒരു പൊസിഷനാണ് പ്രയോറിറ്റി പൊസിഷനായിട്ട് ഇപ്പൊ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വേണമെങ്കിൽ ഇന്റേണൽ ട്രാൻസ്ഫേഴ്സിലൂടെ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും കണക്കാക്കിയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ കണ്ടാൽ മതി. ഇപ്പൊ അതിന് മാറ്റം സംഭവിക്കണമെങ്കിൽ ആരെങ്കിലും പോകണം. അപ്പൊ കഴിഞ്ഞ തവണ അങ്ങനെ ഉണ്ടായി, ലൂയിസ് ഡിയാസ് പോയപ്പോ വേറെ അവിടെ ഒന്നും വന്നില്ല. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല, അതൊന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ഒരാൾ പോവുകയാണെങ്കിൽ അവിടെ എന്തായാലും ചിലപ്പോൾ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് വരാം. അല്ലെങ്കിൽ ബാർക്കോള, പിന്നെ എംബായെ അങ്ങനെ സ്റ്റാർട്ടർ അല്ലല്ലോ, ഒരു സ്ക്വാഡ് ഓപ്ഷൻ. അപ്പൊ സ്ക്വാഡ് ഓപ്ഷൻസും ഇറക്കിയ ഫസ്റ്റ് ടീമർ ആയിട്ട് ആകെ ഒരു പേരേ കേൾക്കുന്നുള്ളൂ, അത് ആ ഫ്രണ്ട് പൊസിഷനിൽ വിങ്ങർ ആയിട്ടുള്ള ബാർക്കോളയുടെ ആ പ്രൊഫൈലുള്ള ഒരു പ്ലെയർ മാത്രമാണ്. ബാക്കിയുള്ള റൂമേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്ക്വാഡ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെയാണ്, അതാണ് ഇപ്പൊ പ്രയോറിറ്റി പൊസിഷൻ എന്നുള്ളത് ആണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ജനുവരി വരെ ഇങ്ങനെ ഒരു സാധനം തന്നെയായിരിക്കും നമ്മൾ കാണുക. അപ്പൊ എക്കിറ്റൊക്കെ തിരിച്ചു വരുമ്പോ, ബ്രാഡ്ലി തിരിച്ചു വരുമ്പോ എന്ത് സംഭവിക്കുന്നു അപ്പൊ നമുക്ക് നോക്കാം. ഇതില് സ്ക്വാഡ് പ്ലേയേഴ്സ് എന്നുള്ളതല്ല, പക്ഷെ സ്ലോട്ട് ആകെ 15 ആൾക്കാരെ ഉപയോഗിച്ചിട്ടുള്ളൂ. റൈറ്റ്, ആ ഒരു സാധനത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ജഡ്ജ് ചെയ്യുന്നത്. ഇവൻ ഞാനടക്കം എല്ലാവരും ട്രാൻസ്ഫറിൽ നമുക്ക് ഇന്ന പ്ലെയർ വേണം, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ വേണം, ഇനിയും വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് വെച്ചാൽ ഈ 15 ആൾക്കാർ മാത്രമേ കഴിഞ്ഞ സീസൺ കളിച്ചിട്ടുള്ളൂ, ബാക്കി ആരും കളിച്ചിട്ടില്ല, ബാക്കി ആരും പോരാ, മോശമാണ് എന്നുള്ള ഒരു മുൻവിധിയിലാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. കിയേസ നാളെ പോയിട്ട് 30 ഗോൾ അടിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കിയേസ ക്യാൻ പ്ലേ, ഒരു 30 മിനിറ്റ് കളിക്കാൻ പറ്റും. റൈറ്റ്, സ്ലോട്ട് കളിപ്പിച്ചിട്ടില്ല, എൻഡോ ഹി ക്യാൻ പ്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്ലേയേഴ്സ് ഹു ക്യാൻ ചിപ്പ് ഇൻ. നമ്മള് ഈ ഒരു ഫസ്റ്റ് ടീം അല്ലെങ്കിൽ 11 പിന്നെ ഒരു 4 സബും, അത് ആ ഒരു 15, അത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ PL കളിക്കണം, CL കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത്. ഇറയോളന്റെ അണ്ടറിൽ ചിലപ്പോൾ ആവശ്യം വരില്ല. ഓൾസോ ഇറയോളന്റെ ആ ഫാസ്റ്റ് സ്റ്റാർട്ട് കാരണം എങ്ങാനും നമുക്ക് ഒരു 2-0 ലീഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ഇവർക്ക് എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കുന്നുള്ളതും. ഇഫ് യു ഹാവ് എ 2-0 ലീഡ്, ഇസാക്കിനെ വിളിച്ചിട്ട് മേ ബി ഡാൻസ് വെൻ ഈസ് ഫിറ്റ് ഓർ മ്യൂന്യൂസ് അവിടെ കളിക്കാം. സോ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ദർ ഇസ് സംതിങ് ദാറ്റ് ഓക്കെ, ഇറയോള മൈറ്റ് ട്രൈ വിത്ത് പ്രസന്റ് സ്ക്വാഡ്. ഇപ്പൊ സ്ലോട്ട് ആയിരുന്നുവെങ്കിൽ നിയോണിനെ പോയിട്ട് 85 മിനിറ്റിൽ ഇറക്കും, നിയോണിനല്ല റിയോൻ 85 മിനിറ്റിൽ ഇറക്കും, നിയോണിനെ 90 മിനിറ്റിൽ ഇറക്കും എന്ന് പറയുന്നത്. ഇറയോള ചിലപ്പോൾ അത് ചെയ്യണമെന്നില്ല. ഇറയോള മിക്കവാറും ഒരു എന്താ പറയുക 60 മിനിറ്റ് ആകുമ്പോൾ രണ്ടിനെ ഇറക്കും, വിച്ച് വിൽ ഗിവ് അതേഴ്സ് ടൈം, ഐ മീൻ റെസ്റ്റ്. ആ ഒരു ആസ്പെക്ട് നമ്മൾ എല്ലാവരും മറന്നു പോകുന്നുണ്ട് ബിക്കോസ് ഓഫ് സ്ലോട്ട്. അല്ല, എനിക്ക് അതിൽ കുറച്ച് യോജിപ്പുണ്ട് കുറച്ച് കാര്യങ്ങളില്. ഒന്നാമത് ബാർക്കോള
പോലെ ഒരു പ്ലെയർ എന്തായാലും വേണം. കാരണം അവിടെ ഫസ്റ്റ് ടീമർ സുദീപ് പറഞ്ഞ പോലെ ഐ തിങ്ക് എംബായെ വുഡ് പ്രോബ്ലി കം, അല്ലെങ്കിൽ ആ പ്രൊഫൈലിൽ ഒരു പ്ലെയർ, ഒരു ഓക്സിലറി വിങ്ങർ ആയിട്ട് ഒരു പ്ലെയർ വരും. ആൻഡ് ഐ തിങ്ക് വി നീഡ് ടു സൈൻ എ റൈറ്റ് ബാക്ക് അല്ലെ. അതാണ് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അല്ലെങ്കിൽ ഒരു സെന്റർ ബാക്ക് ഹു ക്യാൻ പ്ലേ റൈറ്റ് ബാക്ക്. അപ്പൊ 3 പ്ലേയേഴ്സിനാണ് ഈ പ്രഷർ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നത് സെയിൽ, ഗാക്പോ, ഈ എംബായും ബാർക്കോളയും വന്ന എന്തായാലും ഗാക്പോ പോകും. അപ്പോ പിന്നെ ഉള്ളത് ഈ കേർട്ടിസ് പോയി കഴിഞ്ഞ ഒരു ഓപ്ഷൻ അലാമിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഐ റിയലി റേറ്റ് എലിയറ്റ്. എനിക്ക് തോന്നുന്നത് വേർഡ്സും എലിയറ്റും ഈക്വൽ ടൈം കളിക്കാൻ ചാൻസ് എനിക്ക് കാണുന്നുണ്ട്. കാരണം പ്രീമിയർ ലീഗിൽ ഒരു 60-70 മിനിറ്റ് വേർഡ്സും 20 മിനിറ്റ്സ് എലിയറ്റും, കപ്പ് ഗെയിംസ് എലിയറ്റ് സ്റ്റാർട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. ലൈക്ക് അങ്ങനത്തെ ഒരു ഓവർ ദ കോഴ്സ് ഓഫ് ദ സീസൺ ദേ വിൽ ഷെയർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് നമ്പർ 10. I think Victor Munoz is the starter who's going to play on the right side ഈ സീസൺ. കാരണം ബാർക്കോള ആയിരിക്കും ലെഫ്റ്റ് വിങ്ങർ കളിക്കുന്നത്. പിന്നെ ഈ എംബായെ റിയോ ഇസ് നോട്ട് റെഡി യെറ്റ്. നമ്മൾ റിയോനെ ലേശം ഇപ്പൊ സ്ലോട്ട് തീരെ കളിപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മൾ റിയോനെ കളിപ്പിക്കുന്നു പറയുന്നത്. ഐ തിങ്ക് റിയോ നീഡ്സ് ടു സ്റ്റാർട്ട് കപ്പ് ഗെയിംസ്. അങ്ങനെ ആ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് റിയോന് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. സോ ദാറ്റ് ഇസ് എന്റെ ഒരു അസസ്മെന്റ് അതാണ്. അല്ലാതെ ഒരു അലാമിംഗ് സിറ്റുവേഷൻ, ഇതിന്റെ ഒരു പ്രശ്നം ഗണേശൻ പറഞ്ഞതാണ്, അതിൽ ഞാൻ അഗ്രി ചെയ്യുന്നു. അതായത് നമ്മുടെ ഒരു അസംഷൻ എന്താന്ന് പറഞ്ഞാൽ ബാർക്കോള ഈ ഒരു 10-ാം തീയതിയോ 12-ാം തീയതിയോ നമുക്ക് സെറ്റ് ആവും, എംബായെ പോലത്തെ ഒരു പ്ലെയർ വരും, പിന്നെ വി ആക്ച്വലി ഹാവ് ടൈം ടു ഗെറ്റ് എ റൈറ്റ് ബാക്ക് ഗിവൻ ദാറ്റ് കേർട്ടിസ് ഇസ് നോട്ട് ഗോയിങ്. അപ്പോ ആ ഒരു ആണെങ്കിൽ ഓക്കെ, നമുക്ക് സീസണിലേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. ഓപ്ഷൻസ് വൈസ് ഗണേഷ, വാട്ട് ഡു യു തിങ്ക്? സ്പെൻസ്, വുഡ് യു ടേക്ക് സ്പെൻസ്? സ്പെൻസ് ആണ് ഇപ്പം റൂമർ കേൾക്കുന്നത്, ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ സ്പെൻസിന്റെ ഒരു ഗുണം റൈറ്റും ലെഫ്റ്റും കളിക്കുന്നതാണ് ഒരു ഗുണം. കളിച്ചിട്ട് എന്ത് കാര്യം? ഞാനൊരു എവിടെയും കളിച്ചിട്ട് മെച്ചമില്ല എന്നുള്ളതാണ് ദോഷം. അതിന് രാംസി കളിക്കണ, കാൽവിൻ രാംസി. കാരണം ആകെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടേക്കണ വേൾഡ് കപ്പിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് കളിച്ചു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സ്പെൻസ് അവിടെ സ്പേഴ്സിൽ കളിക്കാൻ കിട്ടിയത് തന്നെ അവിടെ മറ്റേ ഇവർക്കൊക്കെ ഫുൾ ബാക്സ് ചെറിയ ഇഞ്ചുറി ഫിറ്റ്നസ് ഇഷ്യൂസ് ഒക്കെ കാരണമാണ് കളിക്കാൻ തന്നെ ചാൻസ്. ഡോഗി ഇല്ലാത്തത് കാരണം ഒരു എൻട്രി തന്നെ കിട്ടിയത് 11ലേക്ക്, അല്ലെങ്കിൽ കളിക്കൊന്നുമില്ല സ്പേഴ്സില്. അപ്പോ ആള് അത്ര വലിയ സംഭവമൊന്നുമില്ല. സ്പെൻസിനൊന്നും മേടിക്കുന്നില്ല, അതൊക്കെ വെറുതെ ആരോ പറഞ്ഞുണ്ടാക്കിയതാ. ആള് സ്പെൻസിന്റെ തന്നെ ഏജന്റ് വെറുതെ അടിച്ചിറക്കിയ കഥയാ. കാരണം അവിടെ ഇനി ചാൻസ് കിട്ടില്ല, വേറെ എവിടേക്കെങ്കിലും പോവാൻ വേണ്ടി ആള് തന്നെ ഉണ്ടാക്കിയ കഥയല്ല അത്. ഇതിൽ വേറെ കഥയൊന്നുമില്ല. വേറെ ഓപ്ഷൻ ആരാ ഉള്ളത്? ലിങ്ക്ഡ് ആയ ഓപ്ഷൻസ്, നമ്മുടെ ആഗ്രഹമല്ല ഞാൻ ചോദിക്കുന്നത്. ലിങ്ക്ഡ് ആയ ഓപ്ഷൻസ് കോൺസയാണ്. എസ്രി കോൺസ വിൽ കോസ്റ്റ് 60 million pounds. അത് നമ്മളെ ഈ ഇരിയോലയുടെ ടാക്ടിക്സ് എന്ന് പറഞ്ഞ് പ്രോപ്പർ ഫുൾ ബാക്സ് ആണ് കളി ഉണ്ടാക്കുന്നത്. ഈ മേക്ക് ഷിഫ്റ്റ് ആർബിസും വെച്ചിട്ട് നമുക്ക് കളി കൊണ്ടുപോകാൻ പറ്റില്ല. സോ ബെറ്റർ ഒരു ആർബി മാത്രമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറെ മേടിക്കുന്നതാണ് നല്ലത്. അതിപ്പോ വല്ല ഇഞ്ചുറി എങ്ങനെയെങ്കിലും എന്തൊരു ഇഞ്ചുറി ക്രൈസിസ് വരികയാണെങ്കിൽ സെന്റർ ബാക്ക് കളിപ്പിക്കാന്നല്ലാതെ സെന്റർ ബാക്ക് കളിക്കും ആൻഡ് ഹി ക്യാൻ ഓൾസോ പ്ലേ റൈറ്റ് ബാക്ക് എന്നുള്ള രീതി വെച്ചിട്ട് ഇരിയോളയുടെ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ് ആണ് വേണ്ടത് അല്ലേ? റൈറ്റ് ബാക്ക് ഹു ക്യാൻ പ്ലേ സെന്റർ ബാക്ക്. റൈറ്റ് ബാക്ക് അതാണ് നമ്മൾ ഇപ്പൊ സപ്പോസ് ആർക്കെങ്കിലും ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ കവർ ദെയർ എന്ന് പറയുന്ന പോലെ ഹി ഷുഡ് ബി റൈറ്റ് ബാക്ക് ആക്ച്വലി. കോൺസനെ വെച്ചിട്ട് കോൺസ അങ്ങനെ ഈ ഫ്ലാങ്കിലൂടെ കയറിയൊന്നും അങ്ങനെയൊന്നും പോവില്ല. ഈ വോണ്ട് ഗോ, സെന്റർ കടന്നു പോവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചിട്ട് കാര്യമില്ല. ഓവർലാപ്പ് ചെയ്ത് ക്രോസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ കൊല്ലം പെഡ്രോ പോറോ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് മുന്നേ മേടിക്കണമായിരുന്നു. ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു അറ്റംപ്റ്റ് ചെയ്യണമായിരുന്നു. ഇതിലും നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, റാംസിനെ നമ്മൾ എഴുതി തള്ളുന്നത് സ്ലോട്ട് കളിപ്പിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. റാംസിനെ ഇയാളെ കളിപ്പിക്കുകയോ ഉള്ളോന്ന് അറിയില്ല. ഞാൻ എന്റെ നമ്മള് പോഡ്കാസ്റ്റില് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഞാനത് പിന്നെയും പറയാന്ന്. റാംസിനെ
നമ്മൾ സൈൻ ചെയ്തപ്പോ ആഘോഷിച്ചിട്ടുണ്ട് ഞാൻ. അതായത് സാധാരണ നമ്മൾ ഇപ്പോ സ്റ്റാർ ലെവൽ പ്ലെയറിനെയൊക്കെ മേടിക്കുമ്പോഴാണ് എല്ലാരും ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത്. അന്ന് റാംസിനെ സൈൻ ചെയ്യുമ്പോൾ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഇഷ്ടമായിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അതായത് ഈ പറയുന്ന രണ്ട് സൈഡും ബാലൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. നമുക്ക് ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കാനാണെങ്കിലും ആളെ കൊണ്ട് പറ്റും. നന്നായിട്ട് ഡ്രിബിൾ ചെയ്യും, അടിപൊളിയായിട്ട് ക്രോസ് ചെയ്യും, ഷോട്ട് എടുക്കുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് പാസിങ് നമ്മള് ഇതിനു മുമ്പത്തെ ഏതോ ഒരു പ്രീ സീസണിലാണ് നമ്മൾ കണ്ടത്. ലൈക്ക് ഒരു ഡയഗണൽ ഇട്ടപ്പോ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡൊക്കെ ഇനി എന്തിനെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കുറെ കമന്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പൊ ആളുടെ ഒരുപാട് ടാലന്റ് ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഹി വാസ് ബീൻ ഗിവൻ ദ ചാൻസ് ടു പ്ലേ. അതെ, എനിക്ക് അതാണ് സ്ലോട്ട് കാണാത്ത പല കാര്യങ്ങളും ഇറയോള കണ്ടു എന്ന് വരാം എന്നാണ് ശരിക്കും മോബിൻ പറയുന്ന പോയിന്റ്. ഐ എഗ്രി കൈൻഡ് ഓഫ്, അല്ലെ സുദീപ്? കാരണം ഒരു പുതിയ മാനേജർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി 3 ഫ്രണ്ട്ലി ഉണ്ട്. ആ 3 ഫ്രണ്ട്ലീസിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. കോമോയുടെ കൂടെ ഒരെണ്ണം, മൊണാക്കോയുടെ കൂടെ ഒരെണ്ണം, പിന്നെ കോമോനോട് 2, ഒരു ബിഹൈൻഡ് ദ ക്ലോസ് ഡോർസ് ഒരെണ്ണം. അതന്നെ. സോ ഇതിൽ കൂടെ നമുക്ക് കുറെയൊക്കെ ക്ലാരിറ്റി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിലിപ്പോ സെന്റർ ബാക്ക് ലൂക്ക് ചേംബേഴ്സ് ഫസ്റ്റ് ടീമിൽ സ്റ്റേ ചെയ്താലും ആശ്ചര്യപ്പെടേണ്ടതില്ല. കാരണം ഇറയോള ലൈക്സ് ലൂക്ക് ചേംബേഴ്സ്. ലൂക്ക് ചേംബേഴ്സ് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഫ്രണ്ട്ലിയിൽ. അപ്പോ മൂപ്പര് സ്റ്റേ ചെയ്താലും നമുക്ക് ഷോക്ക് ആവേണ്ട ആവശ്യമില്ല. കാരണം എൻഡുക്വേ വർക്ക് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് വേറെ സ്ഥലത്ത് പോയിട്ട് കളിച്ചിട്ട് വേണം, എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വേണം വർക്ക് പെർമിറ്റ് കൊടുക്കാനായിട്ട്. അപ്പോ ലൂക്ക് ചേംബേഴ്സ് എന്തായാലും സ്റ്റേ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു സെന്റർ ബാക്കും ഉണ്ട്, NDI ഉണ്ട്. ഐ തിങ്ക് ലൈക്ക് ആ യങ്സ്റ്റേഴ്സിന്റെ ഏരിയയിൽ നമ്മള് ഏകദേശം സ്റ്റാക്ഡ് ആണ് സെന്റർ ബാക്കിന്റെ കാര്യത്തില്, ചെറിയതില്. പക്ഷെ അവന്മാരൊക്കെ ഹ്യൂജ് ഇവരുടെ കൂടെ ട്രെയിൻ ചെയ്ത് വരുമ്പോ ഗെറ്റ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. പോരാത്തതിന് ഇപ്പൊ ലിയോണി ഫിറ്റ് ആയിട്ടുണ്ട്, ജാക്കറ്റ് മാത്രമാണ് പ്രശ്നം. കാരണം നീയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, വായിച്ചു കേട്ടതാണ്. എന്താ പറയാ, ഒരു അസ്വസ്ഥത. അപ്പോ നമ്മൾ എന്തായാലും അടുത്ത കളി എന്തായാലും റിസ്ക് ചെയ്യില്ല. ഐ ഡോണ്ട് തിങ്ക് ലിയോണി ഓൾസോ വിൽ സ്റ്റാർട്ട് ചെയ്യില്ല. ആണെങ്കിൽ ചിലപ്പോ കഴിഞ്ഞ ഇതുപോലെ ഈ അക്കാഡമി സെന്റർ ബാക്സിനെ വെച്ചിട്ട് വാൻഡേക്കിനെ കൂടെ ചിലപ്പോൾ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ബാക്കി ആരും ഫസ്റ്റ് ടീമേഴ്സ് ഒന്നും എന്തായാലും ജെറമി സീസൺ തുടങ്ങുമ്പോൾ റെഡിയാവും. അത് അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് തോന്നുന്നത് ലൈക്ക് വി വോണ്ട് റിസ്ക് ഇൻ ഈ വരുന്ന 3 ഫ്രണ്ട്ലീസിലും എന്തായാലും കളിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഐ ഡോണ്ട് തിങ്ക് നോക്കാം. ഫ്രണ്ട്ലിയില് ചിലപ്പോ കളിക്കും. വാതിലടച്ചിട്ടേ അതിന്റെ ബാക്കിൽ വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ കളിച്ചോ കളിച്ചില്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ. കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. യെസ്. അപ്പൊ വരാൻ പോകുന്ന സൈനികളുടെ ആശങ്കകളെ കുറിച്ച് പറയുമ്പോൾ വന്ന സൈനിനെ കുറിച്ചൊന്ന് പറയണം. ഇൻസൈഡ് ട്രെയിനിങ്ങിലും മറ്റ് ഇൻസ്റ്റാ ക്ലിപ്സിലൊക്കെ കണ്ടു. അതെ, എന്റെ മോനെ നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ ഇയാളെ സൈൻ ചെയ്തപ്പോൾ നമ്മളൊരു പറഞ്ഞൊരു പേരുണ്ട്, എനിക്ക് എല്ലാം കാണുമ്പോൾ അതിന്റെ ക്രേഗ് ബെലമിന്റെ ഒരു ചെറിയ അതിന്റെ ഒരു ഫിസിക്കും ബോഡി ലാംഗ്വേജ് അതുപോലെ ഉണ്ട്. ബോഡി ലാംഗ്വേജ് അതേപോലെ ഉണ്ട്. അതെ, എല്ലാ പൊസിഷനും കളിക്കാൻ പറ്റും പുള്ളിക്ക് അങ്ങനെ ഒരു പ്രിഫറൻസ് ഒന്നുമില്ല. നമ്പർ 9, നമ്പർ 10, ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ്. അപ്പം ഇങ്ങനത്തെ പ്ലേയേഴ്സ് ആണ്. എംബായിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്, എല്ലാ പൊസിഷനും കളിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. സോ ഫാർ എന്താണ് സുദീപ്, ക്രേഗ് ബെലമി എന്നാണ് വീണ്ടും വിളിക്കുന്നത്, വിക്ടർ MV. അതെ, മറ്റേ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തൊന്നും കളിക്കാൻ ലെഫ്റ്റ് ഫുട്ട് ആയാലും റൈറ്റ് ഫുട്ട് ആയാലും ഒരു പ്രശ്നമില്ല. ഏതൊരു പണിയെങ്കിലും കിട്ടില്ലായിട്ട് ഫിനിഷ് ചെയ്യും. ആ ഫിനിഷൊക്കെ ഷോട്ടുകളൊക്കെ ബുള്ളറ്റ്, അത് എനിക്ക് ആ സ്റ്ററിഡ്ജിന്റെ ഇതൊക്കെ തോന്നി. അതായത് അധികം കാല് പൊക്കിയൊന്നും അടിക്കണ്ട, എന്നാലും നല്ല പവറിൽ അടിക്കുന്നു. മറ്റേ സ്റ്ററിഡ്ജ് അങ്ങനെയാണല്ലോ, ചെറിയ ഇതില് പവർ അടിക്കുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ബോക്സിന്റെ അടുത്തെത്തിയ നമുക്ക് ഈ പാസ് ഇട്ട് അങ്ങനെ നിൽക്കുന്നതിന് പകരം ചിലപ്പോ അതിന്റെ ക്രൗഡഡ് അതിന്റെ ഇടയിൽ കൂടെ പോലും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്ന് തോന്നുക കണ്ടു കഴിഞ്ഞപ്പോ. അങ്ങനത്തെ ചില ഫിനിഷൊക്കെ കണ്ടു കഴിഞ്ഞ ദിവസം. എന്തായാലും
മുന്യൂസിന്റെ മറ്റേ വെർസാറ്റാലിറ്റി അത് ഭയങ്കര ഗുണം ചെയ്യും. ഇപ്പൊ റയോളയ്ക്ക് അങ്ങനെയുള്ള പ്ലേയേഴ്സിനും ഇഷ്ടം. അപ്പൊ മാത്രമല്ല എക്കിറ്റിക്ക് തിരിച്ചു വരുന്നവരെ വേണമെങ്കിൽ ഇസാക്കിന് ബാക്കപ്പ് ആയിട്ടും കൂടി ആ നമ്പർ 9 പൊസിഷനിലും കളിക്കാൻ പറ്റും. അപ്പൊ അതും ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ എന്തായാലും ഇത് ഈ വരുന്ന ഫ്രണ്ട്ലിയിൽ കളിക്കുമായിരിക്കും. അപ്പൊ അത് കാണാനുള്ള ഒരു വെയിറ്റിംഗിലാണ്. പിന്നെ മുന്യൂസിനെ കുറിച്ച് അതാണ് പിന്നെ ഇപ്പൊ FPL എടുക്കാനുള്ള ഒരു ഇതിലൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക മുന്യൂസിന്റെ കണ്ടു കഴിഞ്ഞപ്പോ. അതെ, എന്തായാലും ബാർക്കോള ആര് വന്നാലും മോനിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് കളികളിൽ. സോഫാർ ഫ്രണ്ട്ലീസിന്റെ നമ്മൾ റിവ്യൂ ചെയ്തു. കാര്യമായിട്ട് പറയാനൊന്നുമില്ല. 2 കളി ജയിച്ചു, 1 കളി തോറ്റു. തോറ്റ കളിയിലാണെങ്കിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ അവരെ ഫസ്റ്റ് ടീമും നമ്മുടെ സെക്കൻഡ് ടീമും ഒക്കെയാണ് കളിച്ചത്. ഗ്രാവൻബർച്ച് വാസ് വെരി റസ്റ്റി ഓൾസോ ഇൻ ദാറ്റ് ഗെയിം. സോ വി വോണ്ട് ഗോ ഡീപ്പ് ഇൻ ടു അതിന്റെ ടാക്ടിക്സ്. നമുക്ക് മറ്റൊരു വിഷയം എന്ന് പറയാനുള്ള ചർച്ച ചെയ്യാനല്ല മോസലയുടെ ട്രാബ്സൺസ്പോർ യാത്രയാണ്. അല്ല, അതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാം. നമ്മുടെ പ്ലേയേഴ്സ് പലരും തിരിച്ചു വന്നു തുടങ്ങിയല്ലോ. അപ്പൊ പ്ലേയേഴ്സ് BVD ഒക്കെ എത്തി അടുത്ത കളി കളിക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് മെക്കലിസ്റ്ററിനെ കുറിച്ചാണ് ജസ്റ്റ് ഒരു കാര്യം ഷെയർ ചെയ്യാം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാ. അതായത് വേൾഡ് കപ്പില് ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കളിച്ച പ്ലെയർ മറ്റേ അർജന്റീനയുടെ ഗോൾ കീപ്പർ മാർട്ടീനസ് ആണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കളിച്ച മെക്കലിസ്റ്റർ വേൾഡ് കപ്പില്. അതായത് ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സില് ഏറ്റവും കൂടുതൽ ഒട്ടും റെസ്റ്റ് ഇല്ലാണ്ട് ഏറ്റവും കൂടുതൽ കളി കളിച്ചത് മെക്കലിസ്റ്റർ. അപ്പൊ കഴിഞ്ഞ സീസണിലും മെക്കലിസ്റ്റർ ഒരുപാട് മാച്ച് കളിച്ചു. പക്ഷെ ഒരു ഇതിൽ കളിച്ചു എന്ന് നമ്മള് പലപ്പോഴും പറയാത്ത കാര്യമാണ്. അത് മെക്കലിസ്റ്റർ വേൾഡ് കപ്പിന് വേണ്ടി സേവ് ചെയ്യണമെന്നൊക്കെ. എന്നാൽ തന്നെ കുറെ മിനിറ്റ്സ് കളിച്ചു, റെസ്റ്റ് എടുക്കാന്റെ വേൾഡ് കപ്പും കളിച്ചു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ മെക്കലിസ്റ്ററിന്റെ മിനിറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ആയിരിക്കും സൊബോസ്ലൈയും മെക്കലിസ്റ്റർ ഒരു ബാക്കപ്പ് പോലെയൊക്കെ ആയിരിക്കും ഒരു ഡിസംബർ വരെ. അങ്ങനെയൊക്കെ ആയിരിക്കും കളിക്കാൻ ചാൻസ്. അത് കഴിഞ്ഞിട്ടായിരിക്കും പതുക്കെ കൂടുതൽ മിനിറ്റ്സ്. സൊബോസ്ലൈയും മെക്കാലിസ്റ്ററും സ്റ്റാർട്ട് ചെയ്യും. ഗെയിം സീൽ ചെയ്ത് കഴിഞ്ഞാൽ മെക്കാലിസ്റ്ററിനെ വലിക്കും. അല്ലാതെ മെക്കാലിസ്റ്റർ ബാക്കപ്പായിട്ട് ഈ ഇരുപത് സിസ്റ്റം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടേ നമുക്ക് മെക്കാലിസ്റ്ററിന് അധികം മിനിറ്റ്സ് കാണുള്ളൂ. കാരണം ഒരു പ്രോപ്പർ ഫുൾ പ്രീ സീസൺ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എസ്പെഷ്യലി പുള്ളിയുടെ ഫിറ്റ്നസ് ഇഷ്യൂസും കാരണം. സോ ഗ്രാവൻബർച്ചും സൊബോസ്ലൈ ആയിരിക്കും സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ. എനിവേ, നമ്മള് സലയുടെ റിസപ്ഷനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. സല ട്രാബ്സൺസ്പോർ, ഐ എം റിയലി സർപ്രൈസ്ഡ്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുന്ന് വിടുമ്പോ പുള്ളിയുടെ മനസ്സിൽ ട്രാബ്സൺസ്പോർ ഒന്നും ഇല്ലായിരുന്നു. അത് സമയം കഴിഞ്ഞാവുമ്പോഴേക്കും പിന്നീട് ട്രാബ്സൺസ്പോറിലേക്ക് എത്തിപ്പെട്ട ഒരു ഫീലാണ്. യൂറോപ്പ ലീഗാണ് കളിക്കാൻ പോകുന്നത്. പുള്ളി അതിനുള്ള കുറെ ജസ്റ്റിഫിക്കേഷൻസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഫോർ മണി, ഞാൻ പൈസക്ക് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തോ എവിടെയോ ഒരു പ്രശ്നം. എനിക്ക് ഇപ്പം കാരഗർ പറയുന്ന അത്ര വലിയ സീനൊന്നും ഞാൻ തോന്നുന്നില്ല. പക്ഷെ എന്തോ മോസല ഗോയിങ് ടു ട്രാബ്സൺസ്പോർ ഇസ് കൈൻഡ് ഓഫ് വെരി വെരി വിയേർഡ്. പുള്ളിയുടെ ലെഗസിക്കും പുള്ളിയുടെ ഒരു ലെഗസിക്ക് എന്ന് ഇപ്പൊ പറയാനാവൂല. ഈ സീസൺ കഴിഞ്ഞിട്ട് വേണേ പറയാം. കാരണം എങ്ങാനും മൂപ്പര് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് കപ്പടിപ്പിച്ചാൽ, ലീഗ് അടുപ്പിച്ചാൽ ഇറ്റ് ഈസ് എ ലെഗസി. കീപ്പറായി വെച്ചിട്ടാ അത് അങ്ങനത്തെ സാധനം ഉണ്ടല്ലേ. അതിപ്പോ സാല ഇങ്ങോട്ട് അടിക്കണ്ടല്ലോ, അങ്ങോട്ട് അടിച്ചാ പോരെ. ബാക്കിയുള്ളവർ അടിക്കല്ലോ. ബാക്കിയുള്ളവർ അടിച്ചതൊക്കെ തടുക്കും, സാല അടിക്കുന്നത് മാത്രം വിടും. എല്ലാം വിടും. അല്ല, ട്രെയിനിങ്ങിൽ നന്നായിട്ട് പെർഫോം ചെയ്താലാണ് സാധാരണ ടീമിലെടുക്കുക അല്ലെ. സാലക്കെതിരെ ട്രെയിനിങ് ചെയ്ത് ആരെ ഗോൾ കീപ്പർ നിർത്തും. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒനാനയുടെ സാല മറ്റേ ഒനാനക്കെതിരെ ഗോൾ അടിക്കുമ്പോ, അതായത് ഫസ്റ്റ് പോസ്റ്റിലാണ് ഫിനിഷ് ചെയ്യുന്നത്, നിയർ പോസ്റ്റിലാണ് ഫിനിഷ് ചെയ്യണത്. ഇയാള് ഫാർ പോസ്റ്റിൽ നിന്നിട്ട് അവിടുന്ന് ഡൈവ് അടിക്കുക. എന്താ
അവിടെ ചെന്ന് നോക്കിണ്ടാവും ഏത് ക്ലബ്ബാ സെലക്ട് ചെയ്യണെന്നുള്ള അറിയാനേ. അപ്പൊ ഈ ട്രെയിനിങ്ങിലൊക്കെ ഒരുപാട് ഇപ്പൊ ലിവർപൂളിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ട്രെയിനിങ്ങിൽ അങ്ങനെ കുറെ ഗോൾ അടിക്കും. അവിടെ മാമയുണ്ട്, ആലിസൺ ഉണ്ട്. അവിടെ ട്രെയിനിങ്ങില് ഒനാനിയാണ് നല്ല കോൺഫിഡൻസ് ബൂസ്റ്ററാ. ട്രെയിനിങ്ങില് ഗോളുകൾ അടിച്ചു കൂട്ടി പിന്നെ സുഖമായിട്ട് കളിക്കാലോ കോൺഫിഡൻസോടുകൂടി. അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോയത്. അല്ല എനിക്ക് എന്താണ് വാട്ട് യു തിങ്ക് ഈ ഒരു മൂവ് നമ്മള് മോസല, ഞാൻ എസ്പെഷ്യലി വിചാരിച്ചത് AC മിലാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലീറ്റ് ക്ലബില് ഒരു 2 വർഷം കൂടി കളിക്കുമായിരിക്കുന്നു. പക്ഷെ മൊത്തം പോയി. ഇനിയിപ്പോ അല്ല എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്, ഞാൻ എക്സ്പെക്ട് ചെയ്തത് ലൈക്ക് ഒരു റിലീജിയസ് മൂവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ലൈക്ക് എനി കൈൻഡ് ഓഫ് ലൈക്ക് വേർ ഹി വിൽ ബി അക്സെപ്റ്റഡ് ആസ് ബ്രാൻഡ് അംബാസിഡർ. ആ ഒരു മൂവ് ആയിട്ടാണ് ഞാൻ കണ്ടത്. ഏതെങ്കിലും സൗദി മൂവ് ആയിരുന്നു ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്തത്. ഈ ടർക്കിയിൽ പോയിട്ട് അവിടെ പോയിട്ട് അങ്ങോട്ട് മാറുന്നു വിചാരിച്ചില്ല. കാരണം തന്നെ സൈൻ ചെയ്ത് കൊണ്ടുവന്നപ്പോ തന്നെ ലൈക്ക് ഈസ് വൺ എമംഗ് ദം, അങ്ങനെയായിട്ട് മാറി. അതായത് മേയർ വന്ന ഒരു അവിടെ വീട് വെക്കാൻ സ്ഥലം കൊടുക്കുക, കുറെ അലവൻസസ് അവിടെ ഈ ക്ലബിനല്ലാതെ തന്നെ കൺട്രിയിൽ നിന്ന് തന്നെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തു കൊടുക്കുക. ഒരു സൂപ്പർ സ്റ്റാർ സൈനിങ് ആയിട്ട് മാറി. സൂപ്പർ സ്റ്റാറോ എന്ത് ഗ്ലോബൽ സ്റ്റാർ എന്ന് ലൈക്ക് ഈ ഒരു ഏജില് ഈ ഒരു മൂവ് എനിക്ക് തോന്നുന്നു ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഫോർ ദം ആൻഡ് ഹിസ് ഫാമിലി. അല്ലാതെ നമ്മളിപ്പോ AC മിലാനിൽ പോയി കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ് ഇപ്പോ AS റോമയിൽ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഴയ ക്ലബ്ബ് ഫിയോറന്റീന ആയിക്കോട്ടെ, ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ലെവൽ സാലറി ഒന്നും കിട്ടില്ല. അതായത് ലിവർപൂളിൽ കിട്ടിയ സാലറി പോലും ആ ഭാഗത്തിൽ പോയാൽ കിട്ടില്ല. അപ്പോ ഇറ്റ്സ് ബെറ്റർ ഫോർ ഹിം ആൻഡ് ഹിസ് ഫാമിലി. ഇറ്റ്സ് ഗുഡ്. ആൻഡ് യൂറോപ്പ ലീഗിൽ ക്വാളിഫിക്കേഷൻ മാച്ച് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാലുണ്ട്. അപ്പൊ ക്വാളിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യൂറോപ്പയിൽ കളിക്കാൻ പറ്റും. വെറുതെ ഒരു ക്ലബിൽ കയറി ജോയിൻ ചെയ്തതല്ല. ദേ ആർ എന്താ പറയാ യൂറോപ്പ ലീഗ് ക്വാളിഫിക്കേഷൻ സ്റ്റേജിൽ ട്രാബ്സൺസ്പോർ ഉണ്ട്. സോ അത് കളിച്ചു കഴിഞ്ഞാൽ മേ ബി യൂറോപ്പ ലീഗ് ക്വാളിഫൈ ഡെഫിനറ്റ്ലി ആവും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാല എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. പിന്നെ അവര് എല്ലാ കൊല്ലവും 3-ാം സ്ഥാനം 4-ാം സ്ഥാനമൊക്കെ ഫിനിഷ് ചെയ്യുന്ന ടീമാണ്. അപ്പോ അവരെ ഒരു ക്ലബില് ആ ഒരു ലീഗ് അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെ അവിടെ തൂക്കിയെടുത്ത് എന്താ പറയാ ആഘോഷിക്കും സാലനെ. വേറെന്താ പറയാ, ലൈക്ക് ഒരു ഐക്കൺ ആയിട്ട് കാണുന്ന ഒരു രാജ്യമാണ്. ഞാനൊരു വീഡിയോ കണ്ടു, ട്രാബ്സൺസ്പോറിലെ ഒരു സീനിയർ സിറ്റിസൺ ആയ ഫാന് സാലയെ സൈൻ ചെയ്തപ്പോ ഇമോഷണൽ ആയി കരയുന്നതും. അപ്പോ ഇങ്ങനെയൊക്കെ അവരെ സംബന്ധിച്ചോളം ഒരു എന്താ പറയാ സൂപ്പർ സ്റ്റാറിനെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. അവരാദ്യം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ബെസിക്ടസ് ഏകദേശം ലീഡിങ്ങിലായിരുന്നു. അപ്പൊ ബെസിക്ടസിനെക്കാട്ടും കൂടുതൽ സാലറിയും സൈനിങ് ഓൺ ഫീയും കൊടുത്തത് കൊണ്ടാണ് സാല അങ്ങോട്ട് പറഞ്ഞത്. അപ്പോ ഫുള്ളി ബേസ്ഡ് ഓൺ മണിയാണ്, ഫിനാൻഷ്യൽ പവർ കൂടുതലാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ് ഫോർ ഹിം അറ്റ് ദിസ് ഏജ്. ടർക്കിനെ സംബന്ധിച്ചോളം ടർക്കി ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂ. ടർക്കി ഞാൻ വിചാരിച്ചത് ഈജിപ്തിന്റെ അടുത്ത് ഒത്തിരി ക്വാളിറ്റി ഉള്ള ലീഗ് ഏതാണെന്നുള്ളത് ആദ്യം സെർച്ച് ചെയ്തു തോന്നുന്നു. ഈജിപ്ത് രാജ്യത്തിന്റെ അടുത്തുള്ളത്. അപ്പൊ നോക്കിയപ്പോ തുർക്കിയാണ് അടുത്തുള്ള ഒരു പ്രോപ്പർ ലീഗ്. സൗദി അറേബ്യ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് കണക്കാക്കിയിട്ടുണ്ടാവുക. ഇത് യൂറോപ്പിൽ തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. സൗദി വേറെ ഏഷ്യൻ കോൺഫെഡറേഷൻ ആണ്. അപ്പൊ അത് നോക്കിയിട്ട് അവിടെ പോയതായിരിക്കാം ഒന്ന്. അപ്പൊ 34 വയസ്സ് ഒരു 2 വർഷം തുർക്കിയിൽ കളിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ സൗദിയിലേക്ക്, അതും ഈജിപ്തിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈജിപ്ത് ഒരു എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നാലും ഒക്കെ അടുത്ത് തന്നെയാണ്, നാട്ടിൽ പോകാനും എളുപ്പമാണ്, കുറച്ചുകൂടി അടുത്ത്, ക്ലോസ് ടു ദ ഹോം എന്നുള്ള ഒരു സാധനം. അപ്പൊ ഈ യൂറോപ്പിൽ എവിടെയായാലും അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരണം. അപ്പൊ അതിനേക്കാളും ഇതൊരു സൗകര്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ടാവണം എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും യൂറോപ്പ ലീഗൊക്കെ കുറച്ചുകൂടി കാണാനൊക്കെ ആൾക്കാർ കൂടുതലൊക്കെ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി, US-ലേക്കൊന്നല്ല ഇനി പോവാ. ഇത് കഴിഞ്ഞാൽ സൗദിയാണ് നെക്സ്റ്റ് ലക്ഷ്യം, അത് ഉറപ്പാണ്. 36 വയസ്സാകുമ്പോ 2 വർഷം കഴിഞ്ഞാൽ സൗദിയിലേക്ക് എത്തും. അതിനുള്ള ഒരു വഴി തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇപ്പോഴും ഇപ്പോഴല്ല, കുറച്ചു മുന്നേ വിചാരിച്ചിരുന്നത് റോമ അല്ലെങ്കിൽ അങ്ങനെ പഴയ ഏതെങ്കിലും ക്ലബിലേക്ക് പോയിട്ട് ഒന്ന് ഒരു ഫെയറി ടെയിൽ റിട്ടേൺ ഒക്കെ പറയാറില്ലേ, ആ ഒരു ലൈനിലേക്ക് പോവായിരിക്കും. ടർക്കി വാസ് സർപ്രൈസിങ്.
ടർക്കിയിലേക്ക് പോയിട്ടും ചാമ്പ്യൻസ് ലീഗ് കളിക്കാത്തൊരു സ്ഥല ഹി ക്യാൻ പ്ലേ ദർ റൈറ്റ്. ആ ഒരു സാധനം ഇപ്പോഴും ഉണ്ട്. ദാറ്റ് വാസ് സർപ്രൈസിങ്. പക്ഷെ 34 വയസ്സിൽ ഇത്രയും സാലറി കിട്ടുമ്പോ വൈ ഷുഡ് ബി സേ നോ? എൻഡ് ഓഫ് ഡേ ലാസ്റ്റ് ജോബ് അല്ലേ? ജോബ് അവസാനത്തെ 3-4 സീസൺ കിട്ടാനുണ്ട്, അത്യാവശ്യം നല്ല പൈസ. വേണമെങ്കിൽ ഒരു എന്താ പറയാ ലെജൻഡറി റൺ ഉണ്ടാക്കാൻ പറ്റും. എങ്ങാനും സീസണിൽ കളിച്ച് ഒരു കപ്പ് അടിക്കാന്നൊരു ചാലഞ്ച് പോലെയല്ലേ. അവരെ കൊണ്ട് യൂറോപ്പ ജയിപ്പിക്കുക, അവരെ കൊണ്ട് വല്ല ലീഗ് ടൈറ്റിലൊക്കെ അടുപ്പിക്കാൻ നിന്നാല് നെക്സ്റ്റ് അതെ. എനിക്ക് 34 ആയതുകൊണ്ടാണ് ഇവിടെ പ്ലേറ്റ് സംഭരം യൂറോപ്പ് സാലറി എന്തായാലും കിട്ടും. സലയ്ക്ക് സൗദി പോയാൽ ചോദിക്കുന്ന പൈസ കിട്ടും. അപ്പോ ആ ഒരു ഇതാണ്. എനിവേ ഗുഡ് ലക്ക് ടു ഹിം. എന്തായാലും ഹീസ് ഹാപ്പി ദർ. അവരുടെ ഫാൻസ് ഹാപ്പിയാണ്. സോ എല്ലാരും ഹാപ്പിയാണ്. നമുക്കെന്ത് വേറെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി കേട്ടു. അതിനെക്കുറിച്ച് വേറൊന്നല്ല, മറ്റ് ചാമ്പ്യൻസ് ലീഗിലുള്ള തുർക്കിയിലെ ക്ലബ്ബുകളിൽ എനിക്ക് തോന്നുന്നത് ആ ഏജന്റിന്റെ ഫീസ് ആണ് അവിടെ തർക്കം വന്നതെന്ന് തോന്നുന്നു. ഏജന്റ് സലയുടെ ഏജന്റ് നമുക്കറിയാം. സലയുടെ ഏജന്റിന് ഒരുപാട് വേറെ പ്ലേയേഴ്സ് ഒന്നുമില്ല. സലയുടെ അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പോകും. സല റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഏജൻസി പരിപാടി പിരിച്ചുവിടേണ്ടി വരും. അപ്പൊ ലാസ്റ്റ് കിട്ടുന്ന വലിയൊരു ഏജൻസി ഫീസ് ആയിരിക്കും ഇത്. അപ്പൊ അതിന്റെ നെഗോഷിയേഷനിലൊക്കെ ആയിരിക്കാം ചിലപ്പോ ലാസ്റ്റ് അങ്ങനെ മാറിപ്പോയത്. ഇനിയിപ്പോ സൗദിയിലെ ഒരു നെഗോഷിയേഷനും കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ രണ്ടുപേരും വേറെ ബിസിനസ് പരിപാടികളൊക്കെ ആയിട്ട് പോകാനായിരിക്കും പരിപാടി. അതായിരിക്കും. ഒരുപാട് നല്ലതല്ല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഒന്നാമത് നമ്മള് വിനീഷ്യസ് ജൂനിയറിന്റെ ആർസനലിനെ തടഞ്ഞ ഒരു അവസ്ഥയാണ്. ആർസനൽ ഫാൻസ് പാവം 2 മോർഗൻ റോജേഴ്സ് വാക്ക് കൊടുത്തിട്ട് പിന്മാറി. അത് കഴിഞ്ഞിട്ട് വിനീഷ്യസ് ജൂനിയർ അവരുപയോഗിച്ചിട്ട് പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്തു. അതും പിന്നെ ഈ റോഡ്രിയുടെ ഒരു കോമഡി നടക്കുന്നുണ്ട്. റോഡ്രി റയലിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയില്ല. റയൽ ആ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞ ശേഷം ബാഴ്സലോണയ്ക്ക് പോകുന്നു പറഞ്ഞു. ഇപ്പൊ ബാഴ്സലോണ പറയുന്ന പൈസ കൊടുക്കുന്നില്ല. സോ 40 മില്യൺ ബാഴ്സ കൊടുക്കാൻ റെഡിയുള്ളൂ. 80 മില്യൺ എന്തോ ആണ് സിറ്റി ചോദിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അവിടെ ബുവാദിയുടെ ഡീലും സ്ലോ ആയി. സോ ഒരുപാട് ഡീൽസ് കാര്യമായി നടക്കുന്നില്ല ലീഗിൽ. ശരിക്കും പറഞ്ഞാൽ എല്ലാരും ഇങ്ങനെ അങ്ങനെ എല്ലാരും മോണിറ്ററിങ്, ഒബ്സർവിങ്, നെഗോഷിയേറ്റിംഗ്, അല്ലെ, എക്സ്പ്ലോറിങ്, കോൺക്രീറ്റ് ഇൻട്രസ്റ്റ്, മറ്റെന്താണ് ഈ ഫാബ്രിസിയോ റഹ്മാനോ ഉപയോഗിക്കുന്ന സകലമാന അഡ്ജക്റ്റീവ്സും ഇപ്പം എല്ലാ ജേർണലിസ്റ്റുകളും ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു വേൾഡ് കപ്പ് കാരണമായിരിക്കും. രണ്ടാമത്തെ ട്രാൻസ്ഫർ ഫീസിന് ഇൻഫ്ലേഷനും കൂടി നോക്കുമ്പോ നെക്സ്റ്റ് 20 days ഓഫ് ട്രാൻസ്ഫർ വിൻഡോ ഇസ് ഗോയിങ് ടു ബി ബെലിസ്റ്റിക് എന്ന് തോന്നുന്നില്ല ഓബിനെ? ആയിരിക്കും. കാരണം പലർക്കും ഇപ്പോഴും സ്ക്വാഡ് ഹോൾസ് ഉണ്ട്. ആർസണലിനെ സംബന്ധിച്ച് ആർസണൽ അല്ലാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും വേണം. പ്രശ്നമുണ്ട്. ആർസണലിന് ലെഫ്റ്റ് വിംഗർ ഇല്ല. മാർട്ടിനെല്ലി പോയിട്ടില്ലല്ലോ, പോകണ്ടെന്നാ പോലെ. പക്ഷെ അവർക്ക് മാർട്ടിനെല്ലി പോരാന്നാണ് അവരുടെ റൈറ്റ് ഒരു ഓപ്ഷൻ എങ്കിലും ഉണ്ട്. ബാക്കിയുള്ള പല ക്ലബുകളിലും ഓപ്ഷൻ പോലും ഇല്ലാണ്ട് കുറെ എണ്ണുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു CB ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഇല്ല, എവിടെയും കാണാനില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ റോഡ്രി പോവൂലേ എന്നുള്ളത് അറിയാണ്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് റോഡ്രി പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ മിഡ്ഫീൽഡേഴ്സ് ഇല്ല. എൻസോ ഫെർണാണ്ടസ് വേണമെന്നാണ് പറയുന്നത്. അതെ, പക്ഷെ റോഡ്രി പോയാല് അവിടെയും എല്ലാം ഒരാള് പോയാൽ വേറൊരാള് വേണം. ഈ ഒരു അവസ്ഥയിലാണ് പലരും ഉള്ളത്. പല ക്ലബുകളും അങ്ങനെ തന്നെയാണ്. ഇത്രയും വാങ്ങിയ സ്പേഴ്സ് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് ഗോൾ അടിക്കാനാളില്ല. അപ്പം എല്ലാവർക്കും വേണം. അതുകൊണ്ട് അവസാനത്തെ 20-25 ദിവസം ഒരു ഡോമിനോ എഫക്ട്, വലിയൊരു ഡോമിനോ എഫക്ട് വരാനുണ്ട് എവിടെന്നെങ്കിലും. 25 ഇല്ല, 23. എന്താ ഗണേശ, വാട്ട് ഡു യു തിങ്ക്? നമ്മള് ഫോർ ഓഡിയൻസ് ഹാവ് നോട്ട് സീൻ റയൽ മാഡ്രിഡിനെ കുറിച്ച് ലോസ് ബ്ലാങ്കോസ് കേരളയുടെ ഒരു അനീസ് വന്നിട്ട് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. യു ഗൈസ് ക്യാൻ വാച്ച് ഇറ്റ്. എന്താണ് ഗണേശ, എല്ലാ ടീമിലും ഓട്ടകളാണെന്നാണ് ഓബിൻ പറയുന്നത്? തീരില്ല, അങ്ങനെ ഹോൾസ് ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഇപ്പൊ 22-ാം തീയതി വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള ടീം ബാക്കിയുള്ള ടീമിനുണ്ട്, നമുക്കും ഉണ്ട്. പക്ഷെ
പക്ഷെ എന്താ പറയാ, ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ലൈക്ക് പ്രോപ്പർ ഓപ്ഷൻസ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തിന്റെ ബാക്കിയും പിന്നെ ഈ വർഷത്തെ 2 അഡീഷൻസും വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോ ഓട്ട ഇല്ല എന്ന് പറഞ്ഞ ഫസ്റ്റ് ലെവൻ എല്ലാവർക്കും ഉണ്ട്. ചെൽസിയുടെ ബാക്കപ്പ് സ്ട്രൈക്കർ ആരാ? വെൽബെക്ക്, ചെൽസിയുടെ സ്ട്രൈക്കർ ആരാ? വെൽബെക്ക് ഉണ്ട്, ജോ പെഡ്രോ ഉണ്ട്, വെൽബെക്ക് ഉണ്ട്, ഡിലാപ്പ് ഉണ്ട്. ഡിലാപ്പ് അവിടെ ഇറങ്ങി പോവാൻ ഡിറാപ്പിന് ഇറങ്ങി പോവാനാണ് ഈ വെൽബെക്ക് വന്നത് തന്നെ. പക്ഷെ അപ്പോഴും ജാവോ പെഡ്രോ ഇസ് നോട്ട് യുവർ നമ്പർ 9, റൈറ്റ്? അതിപ്പോ നമ്മള് ബിഹൈൻഡ് വെൽബെക്ക് ജോ പെഡ്രോ കളിക്കും. അപ്പൊ അവിടെയാണ് അങ്ങനെയാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്. സെന്റർ ഫോർവേഡ് അല്ല വെൽബെക്ക് മാത്രമല്ലോ. ഐ മീൻ ജോ പെഡ്രോ ക്യാൻ പ്ലേ, അതൊരു ഓപ്ഷനാണ്. അതിപ്പോ നമ്മള് ജെർമി ജാക്വേറ്റ് സെന്റർ ബാക്ക് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അവൻ കളിക്കുമെന്നുള്ളത് നമുക്ക് വലിയ ഉറപ്പില്ല. പക്ഷെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുണ്ട്. ആർസനലിന് ഒരു പ്രശ്നമുണ്ട്, സലീബ ഇല്ല, ഡെക്ലൻ റൈസ് ഇഞ്ചേർഡ് ആണ്. അവർക്ക് സെന്റർ ബാക്കിൽ പഞ്ഞമില്ല. ആരുണ്ട് സെന്റർ ബാക്ക് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഹിൻകാപ്പിയെ കളിക്കുന്നുണ്ട്, മോസ്കേര സെന്റർ ബാക്ക് അല്ലേ? ഈവൻ ടിംബർ ഇപ്പൊ ഇല്ല, വൈറ്റ് സെന്റർ ബാക്ക് അല്ലേ? ടിംബർ സെന്റർ ബാക്ക് കളിക്കും. ടിംബർ ഇഞ്ചുറി ആണല്ലോ, വന്നാ കളിക്കും. പക്ഷെ സ്റ്റിൽ ഇപ്പൊ അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, പ്ലെയർ ഉണ്ടല്ലോ. നമുക്ക് പ്ലെയർ ഇല്ല. ആരാണ് പ്ലെയർ ഉള്ളത്? ചെറുപ്പക്കാരാണ്. ആ ടൈം കളിക്കാൻ പോകുന്ന ജാക്കറ്റും ലോങ് ടേം ഇഞ്ചറിക്ക് ശേഷം വരുന്ന ലിയോണിയാണ് നമ്മുടെ ടീമില് സെന്റർ ബാക്ക് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. പ്ലസ് വാൻ ഡൈക്ക്, ഗോമസ് ഇല്ല. എന്തായാലും ഫിറ്റ് ആവും. ലോങ് ടേം ഇഞ്ചറി ഒന്നും അല്ലല്ലോ, സീസൺ തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും ഫിറ്റ് ആവും. അതുപോലെയല്ല നോക്കുമ്പോ ഇപ്പൊ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡ് എന്ന് പറയാനുള്ളത് ടീലമെൻസ്, പിന്നെ സാന്റോസ്, ബ്രൂണോക്ക് സബ് ഉള്ളത്. മൈനു വന്നിട്ടില്ല ഇതുവരെ. മൈനു ഒക്കെ ഫിറ്റ് ആണ്. മൈനു ഫിറ്റ് ആണ്. അവിടെ റിസ്ക് എടുത്ത് കളിപ്പിക്കാത്തോണ്ടാണ്. മൗണ്ട് ഉണ്ട്. മൗണ്ടാണ് ഇപ്പൊ നമ്പർ 6 കളിക്കുന്നത് അവിടെ. മൗണ്ട് പോലെ പ്ലേയേഴ്സ് അവർ അക്കാഡമിയിൽ വരുന്ന പ്ലേയേഴ്സ് ഉണ്ട്, മിഡ്ഫീൽഡിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഉഗാർട്ട് ഇല്ല, ഒരു 4-5 മിനിമം എടുക്കും. ഇവർ ചാമ്പ്യൻസ് ലീഗ് ടീമാണ് വൈദവേ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു ചാമ്പ്യൻസ് ലീഗിന് പോകാനുള്ള ടീം ഇല്ല അവർക്ക്. നമുക്കില്ല വൈദവേ. പറയുന്നത് ഞാൻ ഇന്നലെ ആർസണൽ ഫാൻസിനോട് സംസാരിക്കുമ്പോൾ അവരെ ഷോസ് കാണുമ്പോൾ അവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ഗ്യാപ്സ് അവർ പറയുന്നുണ്ട്. അവര് കാണുമ്പോൾ, അവരുടെ കണ്ണിലൂടെ കാണുമ്പോൾ അവരുടെ സ്ക്വാഡില് ഗ്യാപ്സ് കാണുന്നുണ്ട്. കാരണം ഇഫ് യു ലുക്ക് അറ്റ് ആർസണൽ നൗ, സോ ഫാർ ദേ ഹാവ് സൈൻഡ് ഓൺലി 1 player, 2 players, ബ്രൂണോ ഗിമറേഷ് ആൻഡ് സോലിസ്. അതെ, ട്രൊസാർഡ് പോയി, ഹിങ്കാപ്പിയെ പെർമനന്റ് ആയി. ജീസസ് ഇന്നോ നാളോ പോകുന്നാ പറയുന്നത് നാപ്പോളിയിലോട്ട്. ലുക്ക് അറ്റ് യുണൈറ്റഡിന് ലെഫ്റ്റ് ബാക്ക് ഭയങ്കര, ലൂയിസ് ഹോൾ വരുന്നില്ല, ടു എക്സ്പെൻസീവ്. ന്യൂകാസിലെ കാര്യം പറയാത്ത നല്ല പാവം, അവർക്ക് പ്ലേയേഴ്സേ ഇല്ല. ടോട്ടനമിന് സ്ട്രൈക്കർ ഞാൻ പറയുന്നത് അല്ല, ഞാൻ പറയുന്നത് നമുക്കുണ്ട് അവർക്കില്ല എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ അല്ല ഞാൻ പറയുന്നത്. ഓവറോൾ ഒരു സീസൺ തുടങ്ങാൻ ഇനി ഒരു അതാ പറയുന്നത് 14 ദിവസം ബാക്കി നിൽക്കുക. യു ലുക്ക് അറ്റ് സിറ്റിയുടെ സ്ക്വാഡില് ഈ റോഡറി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ മിഡ്ഫീൽഡ് ഷോർട്ടാണ്. ഒരു ബെർണാഡോ സിൽവ പോയി, സ്ട്രൈക്കർ ആയിട്ട് മാർമോഷും ഹാലൻഡും ഉള്ളൂ. പിന്നെ ഡോക്കുവും ഫോർഡനും സെമിനിയും. ഇതാണ് 4 പേര് ഫോർവേഡ് കളിക്കാനുള്ളത്. ബെർണാഡോ സിൽവന് പകരം ആരും വന്നോ? ഇല്ലല്ലോ. ചെർക്കി എവിടെ? ചെർക്കി ഉണ്ട്. അല്ല, ഈ എല്ലാം കൂടി ഒരു ടീമിൽ കളിക്കാൻ പറ്റുമെന്നാണ് നോക്കട്ടെ. വേറെ ആളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചെർക്കി ഉണ്ടല്ലോ. ചെർക്കി ഉണ്ട്, ഒരു ഉണ്ട്. മിഡ് 3 കളിക്കാൻ റോഡ്രി, എലിയറ്റ് ആൻഡർസൺ, റേഞ്ചേഴ്സ് ഉള്ളത്. റേഞ്ചേഴ്സിന് പോകണം എന്ന് പറയപ്പെടുന്നു, പക്ഷെ പോകാൻ ചാൻസ് കുറവാണ്. കാരണം വേറെ ഓപ്ഷൻ കാണുന്നില്ല.
അതായത് റോഡ്രി ഞാൻ പോകാതിന്റെ നാട്ടിൽ ഒരാൾ വേണേ. അല്ല ബാക്കിയുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ സ്ഥിതി ഒരു പടി താഴെയാണ്, മോശമാണ്. അല്ല അത് ഞാൻ I don't സമ്മതിക്കുന്നു. agree. I mean, I don't അതെല്ലാം agree. അറിയുന്നില്ല. I don't agree with that. കാരണം നമ്മുടെ മിഡ്ഫീൽഡ് സോർട്ട് ആണ്. നമ്മുടെ മിഡ്ഫീൽഡ് ആവശ്യത്തിലധികം പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോ. അതെ, ഡിഫൻസ് എവിടെ? ഡിഫൻസ് ഓക്കെ, ഡിഫൻസ് അല്ല മിഡ്ഫീൽഡ് ഞാൻ പറഞ്ഞു. മിഡ്ഫീൽഡും ഫോർവേഡും നമ്മൾ ഓക്കെയാണ്. മിഡ്ഫീൽഡും ഫോർവേഡും ഈ പണിയെടുക്കാൻ പറ്റാത്ത ഗ്രാവൻ ബർച്ചും കർട്ടിസ് ജോൺസും ആണോ ഈ ഇരയോടെ സിസ്റ്റത്തിന് തണ്ടലാവാൻ പോകുന്നത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ടീമിനും റൈൻഡേഴ്സിന് അവരെന്തിനാ വെക്കുന്നത്? വിൽക്കാൻ ചാൻസ് ഇല്ലല്ലോ. വെച്ചിട്ടുണ്ട്. അതാണ്. അപ്പൊ നമ്മള് അതായത് ഇരയോളയുടെ സിസ്റ്റം കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആകെ ഉള്ളത് മെക്കാലിസ്റ്ററും സൊബോസ്ലൈ മാത്രമേ ഉള്ളൂ ഡീപ്പായിട്ട് കളിക്കാനായിട്ട്. അതായത് ബോള് ഹോൾഡ് ചെയ്താലും പൊസിഷൻ പോവാതെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ. ഗ്രാവൻബർച്ചും കർട്ടിസ് ജോൺസ് എന്താ കാണിച്ചു കൂട്ടിയത് നമ്മൾ കഴിഞ്ഞ കളി കണ്ടതാണ്. ഇവന്മാർക്ക് രണ്ടുപേർക്കും കളിക്കാൻ താല്പര്യമില്ല. അല്ല, പ്രീ സീസൺ ഫസ്റ്റ് 30 മിനിറ്റിൽ എങ്ങനെയാണ് ഹൗ കൻ യു എക്സ്പെക്ട് ഗ്രാവൻബർച്ച് ടു ഹിറ്റ്? അത് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം ഒരുപാട് 90 മിനിറ്റ് കളി കണ്ടതാണ്. അതുകൊണ്ടാ പറയുന്ന ആ സിസ്റ്റത്തിന് മേലനങ്ങാത്ത സിസ്റ്റത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞു. ഞാൻ ഇവിടെ ഓടിപ്പണി എടുക്കുന്ന സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിപ്പോ ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ സീസണിൽ നോക്കി കഴിഞ്ഞാൽ. മെക്കാലിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയാം. കൂടെ കളിക്കുന്നവർ മര്യാദ കളിക്കണ്ടേ? ഒരു മാൻ മാർക്ക് ചെയ്യാത്ത ഒരു പ്ലെയർ, ഒരു മാനെ മാർക്ക് ചെയ്യാത്ത പ്ലെയർ എന്തിനാണ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞ് കളിക്കുന്നത്? പ്രീ സീസൺ ആവട്ടെ, അല്ലെങ്കിൽ ടർഫിൽ 1 മണിക്കൂറിന് 1000 രൂപ വെച്ച് കൊടുത്ത് കളിക്കുന്ന ഒരു കളിയാവട്ടെ, മാൻ മാർക്കിംഗ് ചെയ്യാത്തവൻ എന്തിനു കൊള്ളും? പ്രീ സീസൺ എന്ത് മാച്ച് ആവട്ടെ, ഈവൻ ട്രെയിനിങ് ആവട്ടെ. അതിനെ ഞാൻ പറഞ്ഞ മെക്കാലിസ്റ്ററിനെ കുറിച്ച് അതിനെ പറഞ്ഞതേ. കഴിഞ്ഞ സീസണിൽ അങ്ങനെയായിരുന്നു നമ്മുടെ മാച്ചുകളിലൊക്കെ. കഴിഞ്ഞ സീസണിനെ വെച്ച് നമ്മൾ വിലയിരുത്തുന്നതേ മോശമാണ്. അതാണ് എന്റെ പോയിന്റ്. കഴിഞ്ഞ സീസൺ സ്ലോട്ട് ആയിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞ ആൾക്കാര് ഈ സീസൺ എങ്ങനെയാണ് എല്ലാ പ്ലേയേഴ്സിനും കുറ്റം പറയുന്നത്? ഏതെങ്കിലും ഒന്നല്ലേ? സ്ലോട്ട് ആയിരുന്നു പ്രശ്നം എന്നുണ്ടെങ്കിൽ സ്ലോട്ടിനെ പുറത്താക്കി. അപ്പൊ പിന്നെ കഴിഞ്ഞ സീസൺ ഒരു സാമ്പിൾ ചെയ്തെടുക്കാൻ പറ്റുമോ? അതിന് മുമ്പത്തെ സീസണിൽ ഗ്രാവൻബർച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദ ലീഗ് ആയിരുന്നു. നീ ഓവർലാപ്പും ഇതൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഓ മൈ ഗോഡ് വാട്ട് എ റെവലേഷൻ എന്നൊക്കെയാണ് പറഞ്ഞോണ്ടെന്ന്. അത് സോ ഹൗ ക്യാൻ യു ലാസ്റ്റ് സീസൺ നോക്കിക്കഴിഞ്ഞാൽ വേർഡ്സ് മോശമായിരുന്നു. ഇസാക്ക് കളിച്ചിട്ടില്ല. പിന്നെ ആരാ നമ്മുടെ ടീം? സല ഫോർ ഹിസ് സ്റ്റാൻഡേർഡ്സ് ഹി വാസ് നോവെയർ നിയർ ഹിസ് ബെസ്റ്റ്. വാൻ ഡൈക്ക് പിന്നെയും കുഴപ്പമില്ലാണ്ട് കളിച്ചു. കൊണാട്ടെ പിന്നെ പോയി. കെർക്കേസ് വാസ് ബാഡ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ. സോബോസ്ലൈ മാത്രമായിരുന്നു കഴിഞ്ഞ സീസൺ സത്യം പറഞ്ഞ ബെറ്റർ ആയിട്ട് കളിച്ചത്. അപ്പൊ ആ ഒരു ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നത്. ലൈക്ക് വെൻ യു ലുക്ക് അറ്റ് ദ സ്ക്വാഡ്, ഗ്രാവൻബർച്ച് ഇപ്പോഴും ഡച്ച് ഇന്റർനാഷണൽ ആണ്. ഈ പ്ലേഡ് ഫോർ ഇത് ക്വാളിറ്റി പ്ലെയർ. അതിന് മുമ്പത്തെ സീസൺ പ്രൂവ് ചെയ്താണ്. സോ വി ഹാവ് ടു ഗിവ് ഹിം ദ ടൈം ആൻഡ് സ്പേസ് ടു പ്രൂവ് ഹിംസെൽഫ് ആസ് വെൽ. വേർഡ്സിന്റെ കാര്യവും അത് തന്നെ. Whether he works or not is the second question. Squad wise നോക്കുമ്പോ സൊബോസ്ലൈ, മെക്കാലിസ്റ്റർ, ഗ്രാവൻബർച്ച്, ഇപ്പൊ കേർട്ടിസ് നിൽക്കണെങ്കിൽ കേർട്ടിസ്, ആൻഡ് ദെൻ യു ഹാവ് എൻഡോ, ബാജറ്റിച്ച് ആൻഡ് എലിയറ്റ്, വേർഡ്സ്. സോ ഇത് മിഡ്ഫീൽഡ് ഓക്കെയാണ്. ബട്ട് വി നീഡ് മോർ പ്ലേയേഴ്സ് ഇഫ് കേർട്ടിസ് ഗോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ലാസ്റ്റ് സീസണിലെ എക്സാമ്പിൾ എടുക്കുന്നില്ല. കാരണം ലാസ്റ്റ് സീസണിലെ ടാക്ടിക്കൽ പ്രോബ്ലം മാത്രമാവാൻ സാധ്യതയില്ല. ഇപ്പത്തെ ഒരു ഇഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഷുഡ് ഹാവ് ബീൻ, ഗണേശൻ തന്നെ പറഞ്ഞ ലാസ്റ്റ് സീസൺ ഈ ലോസ്റ്റ് ദ ഡ്രസ്സിംഗ് റൂം, പ്ലേയേഴ്സ് പ്ലേയിങ് ഫോർ ദ മാനേജർ, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് തന്നെ അത് വരുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് സീസൺ ഒരു സാമ്പിൾ സൈസ് എടുക്കുന്നത് ലാസ്റ്റ് സീസണിലെ പ്ലേയേഴ്സ്. നമ്മള് ഈ സീസൺ കളി തുടങ്ങി കഴിഞ്ഞാൽ അറിയാം. കളിക്കാൻ തുടങ്ങുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. അതെ, അതാ പറയുന്നത്. ഒരു മാനേജറിയൽ ഡയറക്ഷൻ വരുമ്പോ പുള്ളിയുടെ കളി ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. കാരണം ക്ലോപ്പിന്റെ അടിയിലുള്ള സീസൺ തുടങ്ങി കഴിഞ്ഞാലും ട്രാൻസ്ഫർ വിൻഡോ പകുതി കുറച്ചു കാലം കൂടെ ഉണ്ടാവില്ലേ? എൻഡ് ചെയ്യാൻ സെപ്റ്റംബർ വരെ ഉണ്ടാവില്ലേ? ഒരാഴ്ച അല്ലേ? ഒരാഴ്ച. അതിന് മുന്നേ ആരെങ്കിലും വിൽക്കാൻ പറ്റുകയാണെങ്കിൽ വിൽക്കണമല്ലോ. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അതിനു മുമ്പ് കേർട്ടിസ് ആയിരിക്കും വിൽക്കാൻ ചാൻസ് കൂടുതൽ. കേർട്ടിസ് ആണ് ഒരു പ്ലെയർ. സുദീപ് മ്യൂട്ടാണ് അല്ല.
സുദീപ് കേൾക്കുന്നില്ല. സുദീപ് മ്യൂട്ടാണ്. യെസ്, എനിവേ സോ ഒരുപാട് ഡീലുകൾ നടക്കാനുണ്ട്. ഒരുപാട് ഓക്കെ സുദീപ് ഇല്ല, ഒരുപാട് ഡീലുകൾ നടക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. എനിക്ക് തോന്നുന്നു ഗണേശനൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു അടുത്ത 20 ദിവസം ക്രിട്ടിക്കലാണ്. നമ്മള് ശരിക്കും ഒരു സ്ക്വാഡ് മേക്കപ്പ് എന്താന്ന് നമുക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ ഞാനും സുദീപും ഓബിനും പറഞ്ഞ പോലെ വാദിച്ച പോലെ ചിലപ്പം എലീറ്റും പോയേക്കാം, എൻഡോം പോയേക്കാം, കിയസിയും പോയേക്കാം, എന്നിട്ട് വേറെ ആരെങ്കിലുമൊക്കെ വന്നേക്കാം. ഒരുപാട് കാര്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ട്. എനിക്ക് അത് തന്നെയാണ് ഒരുപാട് ടീംസിലും കാണുന്നത്. റോഡ്രിയെ പോലെ ഒരു പ്ലെയർ, അല്ലെങ്കിൽ യുണൈറ്റഡ് ആണെങ്കിൽ ഫാൻസോട് ചോദിച്ചാൽ അറിയാം, അവരൊരു മിഡ്ഫീൽഡറിന് വേണ്ടി എന്താണ് ഒരു ചൂമേനി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയറിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ലെഫ്റ്റ് ബാക്കിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. ആർസണലിനോട് ഫാൻസിനോട് ചോദിച്ചാൽ അവർക്കും ഒരുപാട് പരാതികൾ. എല്ലാവർക്കും അവരുടെ ടീമിനെ കുറിച്ച് പരാതികളെ പറയാനുള്ളൂ. എസ്പെഷ്യലി ട്രാൻസ്ഫർ വിൻഡോയിൽ ഫാൻസിന്റെ കാര്യം അറിയാലോ. സോ നമ്മളിപ്പോ FPL ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്ലെയേഴ്സ് വളരെയധികം കുറവാണ്. ലുക്ക് അറ്റ് ക്വാളിറ്റി ഓപ്ഷൻ. സല പോയി, അങ്ങനെ ഒരു 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 എന്താ പറയാ, ഞാൻ അതുകൊണ്ടാണ് വിനി വന്നാൽ നന്നാവെന്ന് പറഞ്ഞത്. ഒരു ഉണർവ് വരുമായിരുന്നു എല്ലാ ടീമിനും. സോ ലെറ്റ് us see. ഇതുവരെയുള്ള ഇറയോള സിസ്റ്റം കാണുമ്പോൾ തോന്നുന്നത് സോബോസ്ലായും എവിടെയോ ഒരു ഹിന്റ് തന്നിരുന്നു നമ്മൾ അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളത്. സോ പ്രോബബ്ലി സ്ലോ സ്റ്റാർട്ട് ആവും. അത്രക്കെ പ്രതീക്ഷിക്കാനുള്ളൂ. ടൈറ്റിൽ അടിക്കുന്നുള്ള പ്രതീക്ഷ ഈ സീസൺ അല്ലെങ്കിലും ആർക്കും ഇല്ല. അടിച്ചാ നല്ലത്. എനിവേ എന്തായാലും സൺഡേ മാച്ച് ഉണ്ട്. മൊണാക്കോ വേഴ്സസ് ലിവർപൂൾ അറ്റ് ആൻഫീൽഡ്. സൺഡേ 7 PM മാച്ചാണ്. സോ ലെറ്റ് us see എന്താവും. വിക്ടർ മുയിനോസിനെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ നാളെയും മറ്റന്നാളും കൊണ്ട് ബാർക്കോളയുടെ കാര്യങ്ങൾ നടക്കും. എംബായെ പെട്ടെന്ന് തന്നെ വരും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് റാപ്പ് ചെയ്യാം. അടുത്ത വെള്ളിയാഴ്ച ഇഗ്നൈറ്റഡ് വരുമ്പോൾ നമുക്ക് ബാർക്കോളയെ കുറിച്ചും എംബായെ കുറിച്ചും ഗണേശൻ പറഞ്ഞ നല്ലൊരു റൈറ്റ് ബാക്കിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ്.